ആരോഗ്യമന്ത്രി വീണ ജോർജും ഇക്കാര്യത്തിൽ പ്രതികരണവുമായി എത്തിയിട്ടുണ്ട്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്കെതിരെ ഉണ്ടായ ആക്രമണം ഞെട്ടിപ്പിക്കുന്നത് എന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. ആക്രമണം അത്യന്തം അപലപനീയമാണെന്നും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും വീണ ജോർജ് വ്യക്തമാക്കുന്നുണ്ട്. PR പ്രവീണയാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രവീണ, ഇത്തരത്തിൽ ഡോക്ടർമാർക്കെതിരെ ഉണ്ടാവുന്ന അതിക്രമം സംസ്ഥാനത്ത് ഇതാദ്യമല്ല, വീണ്ടും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും അതിലിപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുകയാണ്. എന്താണ് ആരോഗ്യമന്ത്രി ഇക്കാര്യത്തിൽ പറയുന്നത്? ഞെട്ടിക്കുന്നതാണ്. ഇതിനെതിരെ അപലപിക്കുന്നു. മാത്രവുമല്ല, ഈ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും. ഇതാണ് ആരോഗ്യമന്ത്രിയുടെ ആദ്യ പ്രതികരണമായി വരുന്നത്. അല്പസമയത്തിനകം ഒരുപക്ഷെ മാധ്യമപ്രവർത്തകരെ മന്ത്രി വീണ ജോർജ് കാണാനും സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വന്ദന ദാസിന്റെ കൊലപാതക ശേഷം ആശുപത്രി സംരക്ഷണ നിയമം കർക്കശമാക്കി ഉത്തരവിറക്കി നിയമം പാസാക്കിയ ഒരു സംസ്ഥാനത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് പോലും ഇല്ലാത്ത ആദ്യമാണ് ആ താമരശ്ശേരി ജില്ലാ താലൂക്ക് ആശുപത്രി പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യവും. ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഡോക്ടർമാർ സ്വയം പ്രതിരോധം തീർക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ IMA അടക്കമുള്ള KGMOE അടക്കമുള്ള ഡോക്ടർമാരുടെ സംഘടനകളും പറയുന്നത്. ഡിഫൻസീവ് മെഡിസിൻ ഞങ്ങൾ പരിശീലിക്കേണ്ട അവസ്ഥയിലേക്ക് മാറുന്നു എന്നവർ പറയുമ്പോൾ ഈ നിയമം പാസാക്കിയിട്ടും അത് വേണ്ട വിധത്തിൽ നടപ്പാക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ള വിമർശനം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. ശരി പ്രവീണ, ആരോഗ്യമന്ത്രിയുടെ പ്രതികരണമാണ് പ്രവീണ വ്യക്തമാക്കിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ആരോഗ്യമന്ത്രി മാധ്യമങ്ങളെ കാണും. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തും, പ്രതികരണങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം.